ഇന്നും തുടർച്ചയായി കഞ്ചാവ് വേട്ട. തിരുവനന്തപുരം വെങ്ങാനൂരിലും സ്കൂൾ പരിസരങ്ങളിലും കഞ്ചാവും ലഹരി പദാർത്ഥങ്ങളും വ്യാപകമായി കച്ചവടം ചെയ്യുന്നു എന്ന ഇന്റലിജൻസ് ബ്യൂറോയുടെ രഹസ്യ വിവരത്തെ തുടർന്ന് കഴിഞ്ഞ ഒരാഴ്ചയായി എക്സൈസ് കർശന നിരീക്ഷണത്തിലായിരുന്നു. അന്യസംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലങ്ങളിൽ നിരീക്ഷണം ശക്തമാക്കിയിരുന്നു. ഇതിന്റെ ഭാഗമായി ഇന്ന് രാവിലെ അന്യസംസ്ഥാന തൊഴിലാളികളായ ജാർഖണ്ഡ് സ്വദേശി സമാൽ ഷായും പശ്ചിമ ബംഗാൾ സ്വദേശി തന്മയ് ചൗധരിയെയും 2.25 കിലോ കഞ്ചാവുമായി വെങ്ങാനൂർ സ്കൂൾ പരിസരത്ത് നിന്നും എക്സൈസ് ഉദ്യോഗസ്ഥർ പിടികൂടുകയായിരുന്നു. ഇപ്പോൾ സ്കൂൾ തുറന്ന സാഹചര്യത്തിൽ സ്കൂളിൻ്റെ പരിസരങ്ങളിൽ പുകയില ഉൽപ്പന്നങ്ങളും കഞ്ചാവും മറ്റ് സിന്തറ്റിക് ലഹരികളും വ്യാപകമായി കച്ചവടം ചെയ്യുന്നു എന്നുള്ളതിൻ്റെ രഹസ്യവിവരം നമ്മുടെ ഇന്റലിജൻസ് ബ്യൂറോ IB-യിൽ നിന്ന് ലഭിച്ചത് പ്രകാരം ഞങ്ങൾ വളരെ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് കർശന നിരീക്ഷണത്തിലായിരുന്നു. അങ്ങനെ വെങ്ങാനൂർ ഭാഗത്ത് സ്കൂളിൻ്റെ ഭാഗത്ത് വെച്ച് അന്യസംസ്ഥാന തൊഴിലാളികളും മറ്റുള്ളവരും ഇങ്ങനെ കച്ചവടം ചെയ്യുന്നതായിട്ട് കിട്ടിയതിൻ്റെ അനുസരിച്ച് ഇന്ന് രാവിലെ മുതൽ ഞങ്ങളവിടെ നിരീക്ഷിച്ചു വരികയായിരുന്നു. അങ്ങനെ നിരീക്ഷിക്കുന്ന സമയത്ത് ഈ ജാർഖണ്ഡ് സ്വദേശിയായ ഒരു ഷമാൽ ഷാ, പിന്നെ ഒരു പശ്ചിമ ബംഗാൾ സ്വദേശി തന്മയ് ചൗധരി, ഇവർ രണ്ടുപേരും ബാഗിൽ പിന്നെ 2 കിലോയിൽ കൂടുതൽ കഞ്ചാവുമായിട്ട് സ്കൂൾ കുട്ടികൾക്ക് കൊടുക്കുന്നതിനായിട്ട് മറ്റ് കച്ചവടക്കാർക്ക് വിൽപ്പന ചെയ്യുന്നതിനായിട്ട് അവിടെ വെച്ച് കണ്ടെത്തുകയും അവരെ പിടികൂടുകയും ചെയ്തു. പ്രതികളിലേക്ക് എവരാണ് വേണ്ടി സാറിന് എങ്ങനെ സഹായിച്ചത്? ഞങ്ങളെ നേരത്തെ തന്നെ നമുക്ക് ഇൻഫർമേഷൻ കിട്ടിയത് ഇവരെ ഈ കൂടുതലായിട്ട് അവിടെ അന്യസംസ്ഥാന തൊഴിലാളികൾ അവർ തമ്പടിച്ച് താമസിക്കുന്ന സ്ഥലത്ത് ഇങ്ങനെ കഞ്ചാവ് വിൽപ്പന നടത്തുന്നുണ്ടെന്ന് ഉള്ള രഹസ്യവിവരം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവരെ തന്നെ കൂടുതൽ നിരീക്ഷിക്കാനായിട്ട് നമ്മൾ അപ്പോഴാണ് ഇവർ ഈ പരിസരത്ത് ഇങ്ങനെ ഇവരെ കാണുകയും ഇവരെ നമ്മൾ വാച്ച് ചെയ്ത് വന്നപ്പോൾ ഇവരിങ്ങനെ മയക്കുമരുന്ന് കൊണ്ട് വിൽപ്പന നമുക്ക് സംശയം തോന്നിയാണ് ഇവരെ സെർച്ച് ചെയ്തത്. അപ്പോഴാണ് ഇത് കിട്ടിയത്. ഏതാണ്ട് ഉദ്ദേശം എത്ര പേരുണ്ടാവും? ഇത് ഒരുപാട് പേരുണ്ട്, പക്ഷെ നമുക്കിപ്പോൾ കിട്ടിയ 2 പേരാണ്, ഈ പറഞ്ഞ 2 പേരാണ്. വേറെയും കണ്ണികളുണ്ട്. ഇതിൽ നിന്നും പിടിച്ചെടുത്തത് എത്ര കിലോയോളം വരും? ഇതിൽ നിന്ന് പിടിച്ചെടുത്തത് 2.25 കിലോയോളം ഉണ്ടാവും. വേറെയും കേസിൽ പ്രതികളെന്ന് ഇല്ല, അത് നമ്മൾ അന്വേഷിച്ച് വരുന്നേ ഉള്ളൂ. ഇപ്പോൾ പിടിച്ചതേ ഉള്ളൂ. അപ്പോൾ അന്വേഷിച്ച് വരുന്നതേ ഉള്ളൂ ഇവർ വേറെ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യം. പ്രതികളെ കോടതിയിൽ ഹാജരാക്കും. ഉടൻ തന്നെ കോടതിയിൽ ഹാജരാക്കുന്നത്. അറസ്റ്റ് ചെയ്ത പ്രതികളെ കോടതിയിൽ ഹാജരാക്കും. ന്യൂസ് ഡെസ്ക് വിജയ് ന്യൂസ്.